ഡിമോണ്ടി കോളനി എനിക്കൊരു ആവറേജ് സിനിമയായിട്ട് തോന്നിയത് കൊണ്ട് ഈ ഒരു സീക്വലിന് വേണ്ടിയിട്ട് എനിക്ക് അത്ര വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ചുമ്മാ പോയി കാണാം എന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീക്വലിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സീക്വൽ എന്നായിരുന്നു. കാരണം ഇതിന് ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ഫിലിം എന്ന രീതിയിലാണ് തോന്നിയത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയാണോ അങ്ങനത്തെ ഒക്കെ ഒരു ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ആദ്യ ഭാഗത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ട് കണക്റ്റഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. ഒരു ഡയറക്റ്റ് സീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഈ സിനിമ എടുത്ത് വെച്ചുള്ളത്. കോൺസെപ്റ്റ് കൊണ്ടാണെങ്കിലും പ്രസൻറ്റേഷൻ കൊണ്ടാണെങ്കിലും ആദ്യ ഭാഗത്തിനേക്കാൾ ഫാർ ബെറ്ററായിട്ട് ഈ ഒരു സീക്വൽ വരുന്നുണ്ട്. അതിന് പറയാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട്. ഇപ്പോൾ ഹൊറർ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളോ അതൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നൊരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ അകത്ത് പ്രസൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരുന്നു പോകാം എന്നൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ട്. ഇപ്പോൾ ചില ഷോട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ഒരു സെക്കൻഡ് ഹാഫൊക്കെ കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്, അത് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയിരുന്നു. ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ചില സീനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സിനിമ അത്രയും ബെറ്ററായിട്ട് വരുന്നത്. ആദ്യ ഭാഗവുമായിട്ട് ഞാൻ ഈ ഒരു സീക്വലിന് അത്രയും കമ്പയർ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ഭാഗം കണ്ടപ്പോൾ എനിക്കിതൊരു ബേസിക് ഹൊറർ ഫിലിം പോലെയാണ് തോന്നിയത്. ഇപ്പോൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെയാണ്, പക്ഷേ ഒരു ഇമ്പ്രസീവായിട്ട് പറയാനോ അല്ലെങ്കിൽ വലിയ ഇമ്പാക്റ്റ് തരുന്ന സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ എനിക്ക് ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അതിപ്പോൾ സോങ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് അത്ര ബേസിക്കും നല്ലൊരു യുണീക്കായിട്ട് തോന്നുന്നൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സാം സിയസിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം. ആൻഡ് ടെക്നിക്കലി ഒട്ടുമിക്ക സംഭവങ്ങളും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിലൊരു എക്സെപ്ഷൻ എന്ന് പറയാനുള്ളത് VFX ആണ്. കാരണം VFX ചില സീക്വൻസുകളൊക്കെ വരുമ്പോഴത്തേക്കും അത് അത്ര ഗുമ്മായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് പറയാൻ ആ ഒരു കേസിലില്ല എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ട് വന്നിരുന്നെങ്കിൽ ടെക്നിക്കലി ഈ സിനിമ നല്ല പെർഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ VFX അങ്ങനത്തെ ഒരു പോരായ്മ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഈ സിനിമ അത്രയ്ക്ക് ഗ്രേറ്റ് ഒന്നല്ല, ഫ്ലോസും ഉണ്ട്, അത് ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ഫ്ലോസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ സിനിമ ഒരു ആവറേജ് എന്ന രീതിയിൽ പോലും ഒതുങ്ങുന്നില്ല. അതിൻ്റെ മുകളിലോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓവറോൾ പറയുമ്പോഴത്തേക്കും അജയ് ജ്ഞാനമുത്തുവിൻ്റെ ഈ ഒരു സിനിമ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷനൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.